അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ ജാഥയുടെ നായകൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ, വേദിയിൽ ഉപേക്ഷിതരായിട്ടുള്ള സി പി ജോൺ അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തരായ നേതാക്കൾ, മറ്റ് MLA മാർ, ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഇന്നലെ കാസർഗോഡ് നിന്നും തുടക്കം കുറിച്ച പുതുയുഗ യാത്ര ഇന്ന് കണ്ണൂരിൻ്റെ ഹൃദയ കവാടത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പതിനായിരങ്ങളുടെ സ്വീകരണമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഈ പുതുയുഗ യാത്രയ്ക്ക് ഓരോ കേന്ദ്രങ്ങളിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഇത് ജനങ്ങൾ കാത്തുകൊണ്ടിരിക്കുന്ന ഒരു യാത്രയാണ് എന്നുള്ളത് കൊണ്ടാണ്. ഈ യാത്രയുടെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ പുതുയുഗ യാത്ര എന്നാണല്ലോ. കേരളം ഒരു യുഗം അവസാനിച്ച് മറ്റൊരു യുഗത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു യാത്രയായിട്ടാണ് ഈ യാത്രയെ ജനങ്ങൾ കാണുന്നത്. ജനങ്ങൾ അത്രമാത്രം ഇത് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളിലായി എല്ലാ മേഖലയിലും ദുരിതം വിതച്ചുകൊണ്ടുള്ള ഒരു കാലമാണുള്ളത്. ദുരിതമാണ് നമുക്ക് എല്ലാ മേഖലയിലും അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പോൾ ജനങ്ങളതിൽ പൊറുതിമുട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ആ കാലത്തിൽ നിന്നുള്ളൊരു മോചനം, അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഒരു വസന്തകാലത്തെ ജനങ്ങൾ വരവേൽക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു. ആ വസന്തകാലത്തേക്കുള്ള യാത്രയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ ആരംഭം കുറിച്ചിട്ടുള്ളത്. എല്ലായിടത്തും നല്ല സ്വീകരണം ഏറ്റുവാങ്ങാൻ കഴിയുന്നു. ഇത്ര വലിയ ജനക്കൂട്ടം എവിടെയും പ്രതീക്ഷിച്ചിട്ടില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം ജനങ്ങളിത് തീരുമാനിച്ച് കഴിഞ്ഞിരിക്കും എന്നുള്ളതാണ്. ഈ യാത്രയെ വിജയിപ്പിക്കുവാൻ ജനങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഈ യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോഴും ഈ യാത്രയ്ക്ക് ശേഷം 1-2 മാസങ്ങൾക്കുള്ളിൽ നമുക്ക് വസന്തകാലം വിടരും എന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുവാനുള്ളത്. ദുർഭരണത്തിനെതിരെയുള്ള ഒരു വിചാരണ കൂടിയാണ് കഴിഞ്ഞ 10 വർഷത്തെ ദുർഭരണം കേരളത്തിലിപ്പോൾ. ആ ഒരു ദുർഭരണത്തിനെതിരെ, ആ ദുർഭരണത്തെ വിചാരണ ചെയ്തുകൊണ്ടുള്ളൊരു യാത്രയാണിത്. ജനങ്ങളോട് നമുക്കിത് പറയേണ്ടതുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ ഈ യാത്ര ചെയ്യുന്നത് എന്ന് ജനങ്ങളോട് പറയേണ്ടതുണ്ട്. ഈ ദുർഭരണത്തിനെതിരെ വിചാരണ ചെയ്യുക എന്നുള്ളതും കേരളത്തിലെ ജനങ്ങൾ അത് കേൾക്കുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. എന്തുകൊണ്ട് കേരളം മാറണം എന്ന് അക്ഷരം പ്രതി അതുപോലെ തന്നെ ഓരോ വിഷയവും അവതരിപ്പിച്ചു കൊടുത്തുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ കൂടി നമുക്ക് ഈ യാത്രയെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും. ശ്രീ വി ഡി സതീശൻ നയിക്കുന്ന ഈ യാത്ര നല്ല നാളേക്ക് വേണ്ടിയുള്ളൊരു യാത്ര കൂടിയാണ്. ഒരുപാട് വർഷങ്ങൾ കേരളത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പതിറ്റാണ്ട്, ഇതൊരു നൂറ്റാണ്ട് കടന്നു പോകുന്നത് പോലെയാണ്. അത്രയ്ക്കും ഇഴഞ്ഞിഴഞ്ഞുകൊണ്ടാണ് ഈ 10 വർഷത്തെ അനുഭവങ്ങൾ ജനങ്ങൾ അനുഭവിച്ച് തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇനിയെങ്കിലും നമുക്കൊരു നല്ല നാളെ അനിവാര്യമാണ്. ആ നല്ല നാളെയാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ നമുക്ക് സമ്മാനിക്കുവാൻ പോകുന്നത്. പ്രതിപക്ഷ നേതാവ് ഇങ്ങനൊരു യാത്ര നടത്തുവാൻ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ UDF തന്നെ ഇങ്ങനൊരു യാത്ര നടത്തുവാൻ തീരുമാനിച്ചതിൽ നമുക്കൊക്കെ തന്നെ വലിയ ആശ്വാസമുണ്ട്, വലിയ പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇനിയും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം കേരളത്തിലിപ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത ഭരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബാലൻസ് നഷ്ടപ്പെട്ട ഒരു ഭരണമാണ്. കാരണം ബാങ്കിൽ ഒരണ പോലും ബാലൻസ് ഇല്ല എന്നുള്ളത് തന്നെയാണ്. നമ്മുടെ ഖജനാവിൽ ഒരണ പോലും ബാലൻസ് ഇല്ല. ഒരു ബാലൻസ് ഇല്ലാത്ത സർക്കാരാണ്. ബാലൻസ് ഇല്ലാത്തൊരു വണ്ടി ഇങ്ങനെ പോകുന്നത് പോലെയാണ് ഇപ്പോൾ കേരള സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതിൽ നിന്നും കേരളത്തെ രക്ഷപ്പെടുത്തി എടുക്കേണ്ടതുണ്ട്. ഒരു ശക്തനായ ഒരു ഡ്രൈവറെ കേരളം ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതാണ് ഈ യാത്ര നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം എന്നുള്ളത്. സന്തോഷകരമായൊരു സന്ദേശം അതാണ്. ഒരു നല്ല ഡ്രൈവറെ
കേരളത്തിന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് കേരളം നല്ല ബാലൻസോടെ മുന്നോട്ട് പോകുവാനുള്ള ഒരു സാഹചര്യം നമുക്ക് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പോൾ UDF എല്ലാറ്റിനും ഒരു പരിഹാരമാണ് എന്നുകൂടി ഈ യാത്ര നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ആരോഗ്യരംഗം അങ്ങേയറ്റം, ആരോഗ്യരംഗത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഡോക്ടർമാരില്ല, ആശുപത്രികളിൽ മരുന്നില്ല, ഓപ്പറേഷൻ്റെ ഉപകരണങ്ങളില്ല. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരം എന്താണ്? ഇതിനൊക്കെയുള്ള പരിഹാരം UDF ആണ് പരിഹാരം എന്നുള്ള സന്ദേശം കൂടി ഈ യാത്ര നൽകുകയാണ്. വിദ്യാഭ്യാസ മേഖലയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. വിദ്യാഭ്യാസ മേഖലയിൽ, പ്രത്യേകിച്ച് നമ്മുടെ മലബാർ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സംവിധാനങ്ങളൊന്നും ഇവിടെയില്ല. പുതിയ കോഴ്സുകൾ ഇവിടെയില്ല. +2 കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഡിഗ്രിക്ക് സീറ്റില്ല. SLC കഴിഞ്ഞാൽ +2 സീറ്റില്ല. ഈ ഒരു അവസ്ഥയാണല്ലോ മലബാറിൽ കാണുവാൻ കഴിയുന്ന വിദ്യാഭ്യാസ മേഖല അങ്ങേയറ്റം വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതിനും ഉള്ള പരിഹാരം UDF ആണ്. അതിനും പരിഹാരം എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾ തീരുമാനിച്ച് കഴിഞ്ഞിട്ടുള്ളത്. വിലക്കയറ്റത്തിൻ്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. ഏത് മേഖലയിലും വിലക്കയറ്റമാണ്. നിർമ്മാണ മേഖലയിൽ പോലും. കാരണം ഇപ്പോൾ പല കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത് നിർമ്മാണ മേഖല വളരെ സജീവമായിരുന്നു എല്ലാ കാലത്തും. പക്ഷേ ഇപ്പോൾ അതുമില്ല. നിർമ്മാണ മേഖലയിൽ വിലക്കയറ്റം മുതലും സാധനങ്ങൾ സിമെൻ്റാകട്ടെ മറ്റ് നിർമ്മാണ വസ്തുക്കൾക്കാകട്ടെ വില വർധനവ് മൂലം സാധാരണ നിർമ്മാണ തൊഴിലാളികൾക്ക് പോലും ജോലിയില്ലാത്ത ഒരു അവർ പോലും പട്ടിണിയിലേക്ക് കൂപ്പിക്കുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ള പരിഹാരമാണ് UDF ആണ് ഇതിനൊക്കെയുള്ള പരിഹാരം എന്ന് തന്നെയാണ് നമുക്ക് പറയുവാനുള്ളത്. ഈ സർക്കാരിനെതിരെ ഒരുപാട് സമരം നമ്മൾ നടത്തി. സമരം നടത്തിയിട്ടെന്താ, ഒരു കാര്യവുമില്ലാതായിരിക്കുന്നു. ആ സമരം നടത്തിയിട്ടും വീഴ്ചകളെ തിരുത്തുവാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. ആശാവർക്കർമാർ സമരം നടത്തി. ആശാവർക്കർമാർ അവരെ നിരാശാവർക്കർമാരായിട്ടാണ് ഇപ്പോൾ അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആനുകൂല്യങ്ങളോ അവരുടെ അവകാശങ്ങളോ ഒന്നും നേടിയെടുക്കുവാനോ അല്ലെങ്കിൽ അനുവദിച്ചു കൊടുക്കുവാനോ സർക്കാർ തയ്യാറായിട്ടില്ല. നാമമാത്രമായി ഇപ്പോൾ ബജറ്റിൽ എന്തൊക്കെ അവതരിപ്പിച്ചു എന്ന് മാത്രം. അത് നടപ്പാക്കാൻ പോകും എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ രീതിയിൽ കേരള സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ അത്തരം സർക്കാർ നമുക്ക് ആവശ്യമില്ല. ഒരു തിരുത്ത് നമുക്ക് അനിവാര്യമാണ്. അതിനു വേണ്ടി നമ്മൾ ഇനി ഇലക്ഷൻ വരാനിരിക്കുന്നു. ഏതാനും ആഴ്ചകൾ കൂടി കഴിഞ്ഞാൽ നമുക്ക് തിരുത്തുവാനുള്ള അവസരമാണ്. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ നല്ല പ്രകടനം കാഴ്ചവെക്കുകയുണ്ടായി. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വലിയ മാറ്റം ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. നമുക്കിപ്പോൾ സാധാരണ ത്രിതല പഞ്ചായത്തിലെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ടൊക്കെ വരുമ്പോൾ സാധാരണ നമ്മളൊന്നും നോക്കാൻ ഇഷ്ടപ്പെടാറില്ല. കാരണം അങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. ഇപ്രാവശ്യം റിസൾട്ട് ഇങ്ങനെ എണ്ണിക്കൊണ്ടിങ്ങി ഇരുന്ന് ഒരു 10 മണിയായപ്പോൾ നമുക്കൊക്കെ ഒരു ഉഷാറ് വെച്ചു. നമ്മൾ പിന്നെ അതിൽ തന്നെ നോക്കി തുടങ്ങി. അതിൻ്റെ അർത്ഥം എന്താ? UDF ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരുന്നു. UDFൻ്റെ വലിയ നേട്ടം ത്രിതല പഞ്ചായത്തിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞു. അത് ഭാവിയിലേക്കുള്ള ജനങ്ങളുടെ ഒരു പടപ്പുറപ്പാടാണ്. ആ പടപ്പുറപ്പാട് അത് ആ ത്രിതല പഞ്ചായത്തോടെ ജനങ്ങൾ അവസാനിപ്പിക്കുന്നില്ല. ഇനി വരാനിരിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അത് കൂടുതൽ ഊർജ്ജസ്വലമായി നടപ്പാക്കുവാൻ കേരളത്തിലെ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനൊക്കെ നമുക്കൊരു ഊർജം തരുന്ന, പ്രചോദനം തരുന്ന, നമ്മെ പ്രേരിപ്പിക്കുന്ന, നമുക്ക് പ്രോത്സാഹനം നൽകുന്ന ഒരു യാത്രയായിട്ട് ഈ പുതുയുഗ യാത്രയെ നമുക്ക് കാണുവാൻ കഴിയും. ഈ യാത്രയുടെ ഫലം നമുക്ക് പോളിംഗ് ബൂത്തിലൂടെയാണ് ഈ യാത്രയുടെ ഫലം നമ്മൾ കാഴ്ചവെക്കേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഐക്യജനാധിപത്യ മുന്നണിയെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോട് ജയിപ്പിക്കണം. കഴിഞ്ഞ കാലങ്ങളെയൊന്നും പോലെയല്ല. UDF വളരെ ഒറ്റക്കെട്ടായിട്ടാണ് UDF പ്രവർത്തിക്കുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസവും എവിടെയുമില്ല. ഇവരൊക്കെ തിരഞ്ഞു നോക്കാറുണ്ട് മീഡിയക്കാർ. പക്ഷേ എവിടെയും അഭിപ്രായ വ്യത്യാസം അവർക്ക് കിട്ടുന്നില്ല. അവരിപ്പോൾ സ്ഥാനാർത്ഥികളെ ഇങ്ങനെ നിർണ്ണയിച്ചു കൊണ്ടിരിക്കുന്നതുണ്ട്. പക്ഷേ UDF ആയിരിക്കും എല്ലായിടത്തും സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജാഥാ നായകന് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു. ജയ് ഹിന്ദ്.